KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്. 2023 സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. അമ്പടി യു അഗെയിൻ മിസ്റ്റർ സവാദ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ആളെ? സവാദ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ KSRTC ബസ്സിൽ വെച്ച് ഒരു യുവതിക്കെതിരെ അതിക്രമം നടത്തിയിട്ടുള്ള ഒരു ജുവാവ് പിന്നീട് റിമാൻഡിലായി. ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി റിമാൻഡിലായി. അതിനുശേഷം ഈ മഹത് വ്യക്തിയെ ഒരു കൂട്ടം ജനങ്ങൾ ചേർന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ടു ബി പ്രിസൈസ് മിസ്റ്റർ വട്ടിയൂർക്കാവ് അജിത് കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കി, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പവിത്ര കർമ്മത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. നിങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ ഞാൻ ആ സീനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആളെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായോ? ഈ വ്യക്തിനെ ബസ്സിൽ വെച്ചിട്ട് നമ്മളെ മസ്താനി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് അവരോട് ഇതേമാതിരി അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഭയങ്കര പുകയിലുണ്ടായിരുന്നു. ആ സമയത്ത് മസ്താനിയെ ഒരുപാട് പേര് സൈബർ ഇടങ്ങളിൽ വളരെ മോശമാക്കി ചിത്രീകരിച്ചിരുന്നു. ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തതാണ്. ഞാനന്ന് ഓൾവേസ് ആദ്യം തുടക്കം 2-3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ മസ്താനിയെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഞാൻ അതിൽ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്കും എൻ്റെ പരിപാടികളും സംഗതികളൊക്കെ കണ്ട സമയത്ത് അന്നേ സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഹണി ട്രാപ്പാണ്, ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവനിപ്പോൾ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം ഈ മഹത് വ്യക്തിയെ തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തേക്ക് വരുന്ന ബസ്സിൽ വെച്ചിട്ട് സമാനമായിട്ടുള്ള അതിക്രമ പരിപാടികൾ, ലീലാവിലാസങ്ങൾ, കുൽസിത പ്രവൃത്തികൾ ചെയ്തിട്ട് വീണ്ടും പിടിച്ച് പോലീസ് അകത്താക്കിയിട്ടുണ്ട്. ഇവൻ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ന്യൂസ് ഒന്ന് പുറത്തു വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയണം. കാരണം എന്താണെന്നറിയോ? അന്ന് ഈ വിഷയം നമ്മൾ സംസാരിച്ച സമയത്ത് ഇവനെ എതിർത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരെ, അല്ലെങ്കിൽ മസ്താനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡീനെ വളരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിലും വന്ന് ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. അത് പോട്ടെ, എന്തായാലും പഴയ കഥ. എന്തായാലും ഞാൻ ആ പഴയ ക്ലിപ്പ് ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം എന്താണ് ന്യൂസ് എന്നുള്ളത് നോക്കാം. പിന്നീട് എന്താണ് ഇയാൾക്കന്ന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. ആദ്യം നമുക്ക് ന്യൂസിലേക്ക് കടക്കാം. ഈ ഒരു പഴയ ക്ലിപ്പിലേക്ക് കടക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ റിക്വസ്റ്റ് ഉണ്ട്, പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. Are you okay? Is everything okay with you? It's not zip open. It's not. It's not. It's not. Are you sure it's not? Are you sure? His zip was open. It's not there. It's not zip open. It's not zip open. Zip open. He was zip open. I just wanted if the zip was open. The zip open ആണ്. The shit was outside. Complaint ഉണ്ട്. Complaint ഉണ്ട്. തൊട്ടോ ഇല്ലയോ എന്നല്ല. കുറേ നേരം ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ അന്ന് ഓടിയത് നേരെ പിടിക്കപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു. രണ്ടാമത് റിമാൻഡ് ചെയ്തു. ജയിലിൽ നിന്ന് പൂമാലയിട്ട് സ്വീകരിച്ചു. മിസ്റ്റർ വട്ടിയൂർ അജിത് ജീൻ്റെ കീഴിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ വളരെ അഭിമാന പുരസരം ഒരുപാട് പേര് ഇയാളുടെ ഒക്കെ കൈയും കൊടുത്ത് ഇയാളെ വല്ല ആരാധ്യ പുരുഷനാക്കിയിട്ട്, അല്ലെങ്കിൽ കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ പേഴ്സിൽ വെക്കാനാണെന്നുള്ള രീതിയിലൊക്കെ ഇയാളങ്ങനെ നുകരുന്ന ചില വ്യക്തികളെ കണ്ടിരുന്നു. എന്തായാലും എന്താണ് ഇന്ന് വന്നിട്ടുള്ള ന്യൂസ് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ആ ന്യൂസ് ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ലിഷോയ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിഷോയ്, സവാദ് എന്ന പേര് ഒരു പക്ഷേ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും. പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ്. ഇതേപോലൊരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അതും ചർച്ചയായിരുന്നു. ഒരു കാര്യവുമില്ല, അതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ.
തീർച്ചയായും ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു. ഇതിപ്പോൾ വീണ്ടും ഇതേ സമാനമായ ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറത്തേക്കുള്ള ബസ്സിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പിന്നീട് ഈ സവാദിനെ പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമാണ് ചെയ്തത്. 2023 KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനും ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്തത്. അന്ന് ഈ സംഭവം വലിയ വിവാദമായിരുന്നു. കാരണം ആ പെൺകുട്ടി ഇയാളുടെ വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പിന്നീട് ഇതൊരു വലിയ വിവാദമാവുകയും അത് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. അതിനുശേഷം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഇയാളെ മാലയിട്ട് സ്വീകരിക്കാൻ ഉൾപ്പെടെ എത്തിയിരുന്നു. ആ ഒരു സംഭവം ഏറെ വിവാദത്തിൽ ആവുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ വീണ്ടും സമാനമായ കേസിൽ അയാൾ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ്. യെസ്, അറസ്റ്റിലാവാൻ സവാദിൻ്റെ ജീവിതം ഇനിയും ബാക്കി. ഞാൻ അന്ന് വീഡിയോ ചെയ്ത സമയത്ത് അന്നും പറഞ്ഞിരുന്നൊരൊറ്റ കാര്യം എന്താ അറിയോ, ഇവന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സഹായം പൂമാലയോ കാമാലയോ ഒന്നുമല്ല. ഇവന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞാൽ കട്ടിംഗ് സെറിമണി ഓഫ് ദി എഫിംഗ് ഇൻസ്ട്രുമെൻറ്റ്. കട്ട് ചെയ്യുക. 22 ഫീമെയിൽ കോട്ടയം മൂത്രമൊഴിക്കുവാൻ മാത്രം ഉപകരിക്കുന്ന സാധനമാക്കി അതിനെ മാറ്റൂ. പിന്നെ ഇവനൊന്നും അനങ്ങില്ല. ഇതാണ് ചെയ്യാനുള്ളത്. വേറെ യാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പൂമാലയിട്ട് സ്വീകരിച്ചാൽ ഇവൻ വീണ്ടും ഇതിനൊക്കെ ശക്തി ആർജിച്ച് വരും എന്നതിന് ഒരു ഉത്തമ തെളിവാണ്. ഇനി ഞാൻ അന്നത്തെ പൂമാല വീഡിയോ ഒന്ന് കാണാം. കാരണം ഇതിവിടെ കിടക്കട്ടെ. ഇവിടെ കിടക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പ് നോക്കിയ സമയത്ത് അതിൽ ഇതുവരെ ചർച്ചയൊന്നും കണ്ടിട്ടില്ല. ഈ വിവരം പറഞ്ഞിട്ട് മുണ്ടാതിരിക്കണോ അതോ ഇനി ബാക്കി കാര്യങ്ങളും ആരെങ്കിലും ചോദിക്കുന്നതിന് അത് പോസ്റ്റിന് അനുമതി കൊടുക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും പൂമാല വീഡിയോ. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട. ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചങ്ങായിയൊക്കെ കണ്ടോ? എന്താ പറയുക, ഇവൻ്റെ ഞാൻ ഒരാളെ കാണിച്ചില്ല. ഈ ചങ്ങായിയെ കണ്ടോ നിങ്ങൾ? ലെഫ്റ്റിൽ വെള്ള ഷർട്ട് എടുക്കണം. അതായത് ഇവനെങ്ങനെ അവനെ ആ അഭിമാന പുരസ്കാരം നുകരാനായി കാത്തു നിൽക്കുന്ന യുവ കോമളൻ. പൂമാല യെസ്, പുള്ളി സംസാരിക്കില്ല. കാരണം പുള്ളിക്ക് സംസാരം വിഷമില്ല. ജാക്കി വെപ്പാണ് ശീലം. ജാക്കിയാണ് പരിപാടി. ജാക്കി ചാൻ സംസാരിക്കാറില്ല. അങ്ങനെ എല്ലാവരും കൂടി ജാക്കി ചാനെ അന്ന് സ്കോർപിയോയിൽ കയറ്റി വിട്ടു. മൂപ്പരതൊരു രസാക്കി എടുത്തു. ചങ്ങായി വീണ്ടും ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അതിനിടയ്ക്ക് ഈ കേസ് വാദിക്കാൻ വേണ്ടി ആരാണ് വരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? പണ്ട് പഴയ കേസാട്ടോ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നിയമത്തിൻ്റെ വഴിയാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ അഡ്വക്കേറ്റ് ആളൂരിനെയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു സിംഗ് എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര് ഓർമ്മയില്ല. അദ്ദേഹമാണ് നല്ലൊരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം തന്നെയാണ് ഇത് കാര്യങ്ങൾ ജാമ്യം ഇറക്കിയിട്ടുള്ളത്. ഇനി ഈ പെൺകുട്ടിയെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഈ കേസുമായിട്ട് പോകുന്നുണ്ട്. അത് അഡ്വക്കേറ്റാണ് ആളൂരാണ് ഹാജരാകുന്നത്. അദ്ദേഹം കൃത്യമായിട്ടും ഈ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണം. കേസെടുത്ത് അന്വേഷിച്ച് നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ, ചോദ്യം ചെയ്യലിൽ ഈ പെൺകുട്ടി കറക്റ്റായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. എന്തായാലും ആളൂർ ഇവിടെ ഇല്ല കേട്ടോ. ആ വിവരം ഒന്ന് പറയാം. ആളൂർ അതിലിടയ്ക്ക് പോയി, എത്തേണ്ടടുത്ത് എത്തി. വാട്ട് എവർ, സിമ്പിൾ ഒരു കാര്യം മാത്രമേ ഇതിൽ പറയാനുള്ളൂ. കട്ട് ഹിസ് ബ്ലഡി വർക്കിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇയാൾ എന്തിൻ്റെ ബലത്തിലാണോ അല്ലെങ്കിൽ എന്തിൻ്റെ ബലം ഇതിന് വേണ്ടിയിട്ടാണോ ഈ പരിപാടി കാണിക്കുന്നത്, അതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയുക. 22 ഫീമെയിൽ കോട്ടയം ആചരിക്കൂ.
പിന്നെ ഈ പരിപാടി ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അതിന് പകരം ഇതുപോലെ പൂമാല ഇട്ട് സ്വീകരിക്കുക. ജെന്യുവിൻ കേസസ് ഇല്ല എന്നല്ല കേട്ടോ, പക്ഷെ ചില കേസ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. ഇവൻ്റെ കേസിലൊക്കെ ചില കേസുകളിലൊക്കെ സത്യം തന്നെയാണ്, ഇതുപോലെയുള്ള അണിയ ട്രാപ്പും പരിപാടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ന്യൂസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു അടിയായല്ലോ അജിത്തേട്ടാ. വട്ടിയൂർക്കാവ് അജിത്തേട്ടനും കുടുംബമല്ല ടീമിനും വല്ലാത്തൊരു അടിയാണല്ലോ നമ്മുടെ ജാക്കി ചായൻ സവാദ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പുതിയ ഇൻഫർമേഷൻ പ്രകാരം ചങ്ങായി പോലീസ് കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇവർ പറയുമോ ഇനിയും ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ടും ഹണി ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും നടക്കുകയാണെന്നുള്ളത്. അല്ല, ഇതിന് മാത്രം ഇവനെ കൊടുക്കാൻ വേണ്ടി ഇവൻ ആരാന്നുള്ളത് അറിയില്ല, അത് വേറെ കഥ. എന്തായാലും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എന്താണ് ജാക്കി ചാൻ സവാദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.